നമസ്കാരം, CCTV വാർത്തയിലേക്ക് സ്വാഗതം. കടപ്പുറത്ത് ജുമാ മസ്ജിദ് കമ്മിറ്റി ഓഫീസ് കുത്തിത്തുറന്ന് കവർച്ച. 80,000 രൂപയോളം നഷ്ടപ്പെട്ടു. ആറങ്ങാടി ഉപ്പാപ്പ ജുമാ മസ്ജിദ് കമ്മിറ്റി ഓഫീസിലാണ് മോഷണം നടന്നത്. രാവിലെ കമ്മിറ്റി ഭാരവാഹികൾ ഓഫീസിലെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. ഓഫീസിൽ സൂക്ഷിച്ചിരുന്ന 80,000 രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ട്. സ്ഥാപനത്തിലെ CCTV ക്യാമറ മറച്ച നിലയിലാണ്. വാതിൽ കുത്തി തുറക്കാൻ ഉപയോഗിച്ച വെട്ടുകത്തിയും സമീപത്ത് കണ്ടെത്തി. ചാവക്കാട് പോലീസ് എത്തി അന്വേഷണം ആരംഭിച്ചു. 3 ലോക്കും പൊളിച്ച് അകത്തുണ്ടായിരുന്ന പൈസ മുഴുവൻ പോയിരുന്നു. അത് എത്ര രൂപ പോയെന്ന് ഇപ്പം പറയാൻ സാധ്യതയില്ല. കാരണം പൈസ പല സ്ഥലത്ത് പല വകുപ്പിലുള്ള പൈസകളുണ്ട്. അതിനി പോലീസിൻ്റെ കൂടുതൽ അന്വേഷണം കഴിഞ്ഞ് പെട്ടികളൊക്കെ തുറന്നു നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ. ഏകദേശം ഇപ്പോൾ ഞങ്ങളുടെ കണക്ക് പ്രകാരം ഒരു 80,000 രൂപ പോയതായിട്ട് ഞങ്ങൾ നിഗമനമുണ്ട്. ചിലപ്പോൾ അത് കൂടാൻ സാധ്യതയുണ്ട്, ചിലപ്പോൾ ഇനി കണക്ക് നോക്കിയാൽ അല്പം കുറയാൻ സാധ്യതയുണ്ട്. പക്ഷേ എന്നാലും 80,000 രൂപ നഷ്ടപ്പെട്ടതായിട്ട് കാണുന്നുണ്ട്. ഞങ്ങൾ പോലീസിന് പരാതി കൊടുത്തിട്ടുണ്ട്. പോലീസിൻ്റെ CA അടക്കമുള്ള ആളുകളൊന്നും അന്വേഷിച്ച് പോയിട്ടുണ്ട്. തൊട്ടടുത്ത സമയത്ത് ഫോറൻസികർ വന്ന്. മലപ്പുറം പൊന്നാനിയിൽ വീട് ബാങ്ക് ജപ്തി ചെയ്തതിന്റെ പിറ്റേന്ന് ഗൃഹനാഥ മരിച്ചു. പൊന്നാനി പുതിയുരുത്തി സ്വദേശി 85 വയസ്സുള്ള മാമിയാണ് മരിച്ചത്. പാലപ്പെട്ടി SBI ബാങ്ക് വീട് ജപ്തി ചെയ്തതോടെ മാമിയെ ബന്ധുവീട്ടിലേക്ക് മാറ്റിയിരുന്നു. വീട് നഷ്ടപ്പെട്ടതിന്റെ മനോവിഷമമാണ് മരണത്തിനിടയാക്കിയതെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. പാലപ്പെട്ടി SBIയിൽ നിന്ന് മാമിയുടെ മകനാണ് വായ്പ എടുത്തത്. ലോൺ എടുത്ത മകൻ അലിമോനെ 4 വർഷമായി വിദേശത്ത് കാണാതായി. ഇയാളെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. 25 ലക്ഷം രൂപയാണ് ബാങ്കിൽ നിന്നും ലോൺ എടുത്തത്. ഇപ്പോൾ ബാധ്യത 42 ലക്ഷമായി. പണം തിരികെ അടയ്ക്കാനാവാതെ വന്നതോടെയാണ് ബാങ്ക് വീട് ജപ്തി ചെയ്തത്. അതേസമയം ഒരാഴ്ചയ്ക്കുള്ളിൽ ഒറ്റത്തവണയായി തുക അടച്ചു തീർക്കാം എന്ന് പറഞ്ഞെങ്കിലും എറണാകുളം ബാങ്ക് മാനേജർ സൂരജ് അത് ചെവികൊള്ളാൻ തയ്യാറായില്ലെന്നും മോശമായാണ് പെരുമാറിയതെന്നും മരുമകൻ ഹംസ പറഞ്ഞു. മാത്രമല്ല, ഈ സൂരജ് എന്ന് പറഞ്ഞ എറണാകുളം മാനേജർ ഒരു അഴിഞ്ഞാട്ടായിരുന്നു അയാളത്. അയാളോട് 2 ആഴ്ച ഗ്യാപ്പ് ചോദിച്ചു. 1 ഡേ സെറ്റിൽമെൻറ്റ് ഞങ്ങൾ തയ്യാറാന്ന് പറഞ്ഞ് 2 ആഴ്ച സമയം ചോദിച്ചിട്ട് അയാൾ തന്നില്ല. അയാൾ വീട് പൂട്ടി പ്രായമായ മരണക്കിടക്കെ കിടക്കുന്ന ഒരു ഉമ്മാനെടുത്ത് പുറത്തേക്ക് ഇട്ടിട്ട് അയാൾ പോയത്. അതിൽ മഞ്ചേരി ഒരു കമ്മീഷൻ ഉണ്ട്, ഇവർ വെച്ചിരിക്കുന്ന ബാങ്ക് വെച്ചിരിക്കുന്ന കമ്മീഷൻ. പുള്ളി ഞങ്ങൾക്ക് പരമാവധി ഹെൽപ്പ് ചെയ്തു. ഇവരോട് സംസാരിക്കൂ, ബാങ്കുകാരാണ് അതിൻ്റെ ആളുകൾ, ബാങ്കുകാർ സമ്മതിച്ചാൽ ഞാൻ തയ്യാറാണ്, അതിന് റെഡിയാണെന്ന് പറഞ്ഞിട്ട് അയാളെ ഞങ്ങൾക്ക് കുറേ ഹെൽപ്പ് ചെയ്തു. പക്ഷേ ഈ സൂരജ് എന്ന് പറഞ്ഞ വ്യക്തി ഒരു നിലക്കും തയ്യാറായില്ല. അയാൾ അഴിഞ്ഞാടായിരുന്നു ഇവിടെ കിടന്നിട്ട്. 2 വീടും പൂട്ടിയിട്ട് അയാൾ പോവുള്ളൂ. ഈ ലോൺ എടുത്ത സംബന്ധമായ ആളുകളൊക്കെ ഞങ്ങൾ ഒരു അറിവില്ലാതെ നിലയ്ക്ക് ഈ ലോൺ എടുത്ത ഈ ഉമ്മയുടെ മകനാണ്. ആൾ മിസ്സിംഗ് ആണ്. 3 വർഷമായിട്ട് ആളെക്കുറിച്ചൊരു വിവരവും ഇല്ല. കടങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ കൃഷി, കുടിവെള്ളം, ഗ്രാമീണ ടൂറിസം എന്നിവയ്ക്ക് ഗുണകരമാകുന്ന മല്ലൻകുഴി നീർത്തട പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം നടത്തി. നഗരസഞ്ചയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കേന്ദ്ര ധനകാര്യ കമ്മീഷൻ 2.40 കോടി രൂപയും ഗ്രാമപഞ്ചായത്ത് തനത് ഫണ്ട് 4,87,000 രൂപയും ചെലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. നമ്മൾ അധികാര വികേന്ദ്രീകരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ സമ്പത്തിന്റെ വികേന്ദ്രീകരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ്. കാലതാമസം കുറയ്ക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും? അതിന് പരമാവധി സാങ്കേതിക തടസ്സങ്ങളാണ് നൂലാമാലകളായിട്ടുണ്ടാകുന്നത്. അപ്പോൾ സാങ്കേതിക തടസ്സങ്ങൾ മാറ്റി നമുക്ക് പദ്ധതികൾ ഏറ്റവും പെട്ടെന്ന് നടപ്പിലാക്കാൻ വേണ്ടി കഴിയണം. പലപ്പോഴും ആ പല പദ്ധതികളും നീണ്ടുപോകുന്നതിൻ്റെ കാരണം അതാണ് ഞാനിവിടെ അവസാനം ചോദിച്ചത്, എത്ര കാലമാണ് നമുക്കിത് പൂർത്തീകരിക്കാൻ വേണ്ടത്? പ്രകൃതി സംരക്ഷണത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് മല്ലൻകുഴി, സീതാർത്തോട്, കരുവാൻ താഴം, മണാഴത്ത് താഴം എന്നീ തോടുകളിലൂടെ ഒഴുകുന്ന ജലം ഡാമും തടയണയും കെട്ടി സംരക്ഷിച്ച് കർഷകർക്കും ഗ്രാമീണ ടൂറിസത്തിനും ഗുണകരമാകുന്ന തരത്തിലാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. മല്ലൻകുഴിയിലെ സ്വാഭാവിക വെള്ളച്ചാട്ടം നിലനിർത്തി ജലത്തിന്റെ ഒഴുക്ക് വർദ്ധിപ്പിക്കാനും വെള്ളച്ചാട്ടത്തിലെ കേടുവന്ന കെട്ട് പൊളിച്ചുമാറ്റി പുതിയ കോൺക്രീറ്റ് ചെക്ക് ഡാം നിർമ്മാണം, മല്ലൻകുഴി മുതൽ 4 കിലോമീറ്റർ ദൂരം തോടുകളിലെ ആവശ്യമായ സ്ഥലങ്ങളിൽ ആഴവും വീതിയും കൂട്ടി 8 സ്ഥലങ്ങളിലായി തടയണ നിർമ്മാണവും ഫൈബർ റീഇൻഫോഴ്സ്ഡ് പ്ലാസ്റ്റിക് ഉപയോഗിച്ചുള്ള ചീർപ്പുകളും 1/2 കിലോമീറ്റർ ദൂരം പാർശ്വഭിത്തി നിർമ്മാണവും പദ്ധതിയിൽ ഉൾപ്പെടുന്നു. ആലത്തൂർ MP K രാധാകൃഷ്ണൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ജലീൽ ആദൂർ, പത്മം വേണുഗോപാൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KK മണി, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ രമണി രാജൻ, TP ലോറൻസ്, ബീന രമേശ്, അംഗങ്ങളായ KA അഭിലാഷ്, CV സുഭാഷ്, രമ്യ ഷാജി, ടെസി ഫ്രാൻസിസ്, KR സിമി, മൈമൂന ഷബീർ, MV ധനീഷ് എന്നിവർ സംസാരിച്ചു.
ഗുരുവായൂർ ക്ഷേത്ര നാലമ്പലത്തിലെ ഭണ്ഡാരത്തിന് തീപിടിച്ച് നോട്ടുകൾ കത്തിയ സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ദേവസ്വം ചീഫ് ഫിനാൻസ് ഓഫീസറെ ചുമതലപ്പെടുത്തി. തിങ്കളാഴ്ചത്തെ ദേവസ്വം ഭരണസമിതി യോഗത്തിലാണ് തീരുമാനം. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ശ്രീകോവിലിന് സമീപത്തുള്ള വലിയ ഭണ്ഡാരത്തിന് തീപിടിച്ചത്. മുകൾ ഭാഗത്ത് ഷീറ്റിന് വെൽഡിംഗ് നടക്കുന്നതിനിടെ തീപ്പൊരി വീഴുകയായിരുന്നു. ഗുരുവായൂരിൽ ക്ഷേത്ര ദർശനത്തിന് വെർച്വൽ ക്യൂ സാധ്യത പരിചയപ്പെടുത്താൻ സ്റ്റാർട്ടപ്പ് ഏജൻസിക്കാർ ദേവസ്വം ഭരണസമിതിയെ സമീപിച്ചു. വെർച്വൽ ക്യൂ എങ്ങനെയാകാം എന്നതിനെപ്പറ്റി അവതരണവും നടത്തി. ചെയർമാൻ ഡോക്ടർ വി.കെ. വിജയൻ അധ്യക്ഷനായി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വേനൽ അവധിക്കാല തിരക്ക് കണക്കിലെടുത്ത് ഏപ്രിൽ 12 മുതൽ 20 വരെ VIP-കൾക്കുള്ള പ്രത്യേക ദർശനത്തിന് നിയന്ത്രണം. നിലവിൽ ഞായറാഴ്ചകളിലും പൊതു അവധി ദിനങ്ങളിലും രാവിലെ 6 മുതൽ ഉച്ചയ്ക്ക് 2 വരെ VIP ദർശനം ഒഴിവാക്കിയിട്ടുണ്ട്. അവധിക്കാലത്തെ ദർശന നിയന്ത്രണത്തിനും ഇതേ സമയക്രമം തന്നെയായിരിക്കും. ഈ മാസം 12 മുതൽ 20 വരെയുള്ള ദിവസങ്ങൾക്കിടയിൽ 3 പ്രവൃത്തി ദിനങ്ങളെയുള്ളൂ. ആ ദിവസങ്ങൾ കൂടി VIP ദർശന നിയന്ത്രണം ബാധകമാക്കാൻ തിങ്കളാഴ്ച ചേർന്ന ദേവസ്വം ഭരണസമിതി യോഗം തീരുമാനിച്ചു. വിഷുക്കണി ദർശനം 14-ന് പുലർച്ചെ 2:45 മുതൽ 3:45 വരെയാകും. ചാവക്കാട് പാലയൂർ സെന്ററിലെ ആൻഡോ ലൈറ്റ് ആൻഡ് സൗണ്ട് സ്ഥാപനത്തിന്റെ ഉടമ മുട്ടത്ത് ആൻഡോ നിര്യാതനായി. സൗണ്ട് ആൻഡ് ലൈറ്റ് ഓപ്പറേറ്റിംഗ് രംഗത്തെ തുടക്കക്കാരനായ ആൻഡോ ഈ മേഖലയിലെ മികച്ച പ്രവർത്തനങ്ങൾക്ക് നിരവധി പുരസ്കാരങ്ങളും നേടിയിട്ടുണ്ട്. ലൈറ്റ് ആൻഡ് സൗണ്ട് മേഖലയിൽ 60 വർഷത്തിലധികമായി പ്രവർത്തിച്ചുവരുന്ന ആൻഡോ വാർദ്ധക്യസഹജമായ അസുഖങ്ങളെ തുടർന്നാണ് മരണത്തിന് കീഴടങ്ങിയത്. 81 വയസ്സായിരുന്നു. സൗണ്ട് സംവിധാനം അപൂർവമായിരുന്ന കാലഘട്ടത്തിൽ 1961-ലാണ് ആൻഡോ സൗണ്ട് ആരംഭിക്കുന്നത്. പൊതുസമൂഹത്തിന് ഈ സംവിധാനം പരിചയമില്ലാത്ത ആ കാലഘട്ടത്തിൽ ലൈറ്റിന്റെയും ശബ്ദത്തിന്റെയും സാങ്കേതികത കാണികൾ കൗതുകവും ആശ്ചര്യവുമായാണ് നോക്കിക്കണ്ടിരുന്നത്. ആധുനിക LED സംവിധാനം കണ്ടെത്തുന്നതിനു മുമ്പ് ഈ രംഗത്ത് സ്വന്തമായ കണ്ടെത്തലുകൾ നടത്തി ലൈറ്റ് ആൻഡ് സൗണ്ടിൽ അത്ഭുതം തീർത്ത് പുരസ്കാരങ്ങൾ സ്വന്തമാക്കി. ഈ നേട്ടം അദ്ദേഹത്തെ ജില്ലയ്ക്കകത്തും പുറത്തുമുള്ള മികച്ച സൗണ്ട് ആൻഡ് ലൈറ്റ് ഉടമയാക്കി മാറ്റി. സ്വന്തം കഠിനാധ്വാനത്തിലൂടെ ഈ മേഖലയിൽ പരീക്ഷണങ്ങൾ നടത്തി പുതിയ തലമുറയ്ക്ക് കൂടി ലൈറ്റ് ആൻഡ് സൗണ്ടിന്റെ ജോലി സാധ്യത വിശാലമാക്കിയതിൽ ആൻഡോന്റെ പങ്ക് വിലമതിക്കാനാകാത്തതാണ്. ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ ചാവക്കാട് മേഖല മുൻ പ്രസിഡന്റും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 10-ന് പാലയൂർ സെന്റ് തോമസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിൽ നടക്കും. പരേതയായ മേരി ഭാര്യയും ഷാജു, രജു, സജി, ഷീജ, ബിജു എന്നിവർ മക്കളുമാണ്. നാടകരാവുകൾ കൊണ്ട് ഗ്രാമക നാടകോത്സവം ശ്രദ്ധേയമാകുമ്പോൾ കലാകാരന്മാരുടെ കരവിരുതും ആകർഷകമാവുകയാണ്. ചിത്രകാരന്മാരുടെയും ശില്പികളുടെയും ചിത്രശില്പ അഭിനയത്രയങ്ങളുടെ സമന്വയമാണ് വേലൂർ ഗ്രാമകം നാടകോത്സവം. ഗ്രാമകം നാടകോത്സവം 8ാം പതിപ്പിലും നാടകോത്സവ നഗരിയിൽ ചിത്രങ്ങളും ശില്പങ്ങളുമാണ് കാണികളെ വരവേൽക്കുന്നത്. ഗ്രാമകത്തിന്റെ കവാടത്തിലെത്തുമ്പോൾ വേലൂരിലെ ശില്പികൾ തീർത്ത ശില്പങ്ങൾ കാണാം. ജയൻ പാത്രമംഗലം, ശശി അത്താണിക്കൽ, സുർജിത് കൃഷ്ണ, ജോത്സൻ വേലൂർ, ലയന ഫ്രാൻസിസ്, പ്രവീൺ കുമാർ, മോഹനൻ വേലൂർ തുടങ്ങിയവരുടെ ശില്പങ്ങളാണ് പ്രദർശിപ്പിച്ചിട്ടുള്ളത്. ലളിതകലാ അക്കാദമിയുടെ സഹകരണത്തോടെ നാടകോത്സവ വേദിയിൽ നടക്കുന്ന ചിത്രരചനാ ക്യാമ്പിൽ ജില്ലയിലെ തിരഞ്ഞെടുത്ത 20ഓളം ചിത്രകാരന്മാരുടെ സാന്നിധ്യവുമുണ്ട്. ഒരു നാടകോത്സവത്തിൽ 3 ദിവസങ്ങളിലായി 20 സൃഷ്ടികളാണ് കാൻവാസിൽ വർണ്ണങ്ങളായി തീർന്നത്. നാടകവേദിയിൽ 6 നാടകങ്ങളാണ് അവതരിപ്പിക്കുന്നത്. പ്രശസ്തരായ ശില്പചിത്ര അഭിനയ കലാകാരന്മാരെ ഒരു വേദിയിൽ എത്തിക്കാൻ കഴിയുന്ന സമാനതയില്ലാത്ത സാംസ്കാരിക മേഖല കൂടിയാണ് വേലൂർ ഇഫ് ക്രിയേഷന്റെ ഗ്രാമകം നാടകോത്സവം. വേലൂർ ഗ്രാമകം നാടകോത്സവത്തിനോടനുബന്ധിച്ച് നാടകപ്രവർത്തകരായിരുന്ന MK സിദ്ദിഖ്, സോബി സൂര്യഗ്രാമം എന്നിവരെ അനുസ്മരിച്ചു. നാടക സാംസ്കാരിക പ്രവർത്തകനും ഗ്രാമകത്തിന്റെ സഹയാത്രികനുമായിരുന്നു MK സിദ്ദിഖ്. പ്രശസ്ത നാടക സംവിധായകനും അഭിനേതാവുമായിരുന്ന സോബി സൂര്യഗ്രാമം നാടകപ്രവർത്തകരുടെ സംഘടനയായ നാട്ടക്കിന്റെ സംസ്ഥാന ജില്ലാ ഭാരവാഹിയുമായിരുന്നു. അനുസ്മരണ സദസ്സിന് ഗ്രാമകം മീഡിയ കമ്മിറ്റി ചെയർപേഴ്സണും എരുമപ്പെട്ടി പ്രസ് ക്ലബ് പ്രസിഡന്റുമായ റഷീദ് എരുമപ്പെട്ടി അധ്യക്ഷനായി. നന്മ സംസ്ഥാന സെക്രട്ടറി രവി കേച്ചേരി അനുസ്മരണ പ്രഭാഷണം നടത്തി. സോഷ്യൽ മീഡിയ കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജയശ്രീ, സ്വീകരണ കമ്മിറ്റി വൈസ് ചെയർപേഴ്സൺ MA ബിജു തുടങ്ങിയവർ സംസാരിച്ചു. രവി കേച്ചേരിക്ക് സംഘാടക സമിതി അംഗം ED ഡേവിസ് ഗ്രാമകത്തിന്റെ ഉപഹാരം സമർപ്പിച്ചു. സിദ്ദിഖ് നാടകം കൈവിടാതെ സൂക്ഷിച്ച ഒരാളാണ്. ഇവിടെ അധ്യക്ഷൻ പറഞ്ഞ പോലെ തന്നെ ഗ്രാമകവുമായിട്ട് അത്രമാത്രം ഇഴചേർന്ന് പ്രവർത്തിച്ച ഒരു വ്യക്തിത്വമാണ് സിദ്ദിഖിൻ്റെത്. സിദ്ദിഖ് മാത്രമല്ല, സിദ്ദിഖിന്റെ കുടുംബം മുഴുവൻ ഗ്രാമത്തോട് ചേർന്ന് നിൽക്കുന്നവരാണ്. സൂര്യഗ്രാമം എന്റെ പ്രിയപ്പെട്ട സുഹൃത്താണ്. ഒരു എളിയ നാടക പ്രവർത്തന നിലയിൽ അദ്ദേഹത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ ഒരുപാട് അവസരങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം
നാടക സംവിധായകനാണ്, അഭിനേതാവാണ്, നടനാണ്. അദ്ദേഹത്തിൻ്റെ വീട് തന്നെ ഒരു നാടക കളരിയാണ്. ഒരുപാട് കേരളത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന നാടകങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് അദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. സൂര്യഗ്രഹം കേട്ടുകയാണ് നിങ്ങൾക്ക്. NK അക്ബർ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 23 ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പുന്നയൂർ പഞ്ചായത്തിലെ 15-ാം വാർഡ് 57 നമ്പർ അങ്കണവാടിയുടെ നിർമ്മാണ ശിലാസ്ഥാപനം നടത്തി. എടക്കഴിയൂർ JLP സ്കൂളിൽ നടത്തിയ പരിപാടി NK അക്ബർ MLA ശിലാഫലകം അനാച്ഛാദനം ചെയ്ത് ഉദ്ഘാടനം നിർവഹിച്ചു. അതിന്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങളെല്ലാം നമുക്ക് എന്തായാലും 23 ലക്ഷം രൂപ സാധാരണ ഒരു പാർട്ടിയിൽ നിന്നൊരു അംഗനവാടിക്ക് കൊടുക്കില്ല. എങ്കിലും പഞ്ചായത്ത് പ്രസിഡന്റും മറ്റും അത്രയും വലിയ തുക വേണം. കാരണം അവർ തന്നെയേക്കാൾ വലിയ തുക വെച്ചിരിക്കുക. അംഗനവാടിയുടെ സ്ഥലം മേടിക്കാൻ വേണ്ടി വഴിക്ക് വേണ്ടി 20 ലക്ഷം രൂപ ചെലവഴിച്ചെന്ന് പറഞ്ഞാൽ തന്നെ അറിയാമല്ലോ. പുന്നയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ MV സനിൽകുമാർ റിപ്പോർട്ട് അവതരണം നടത്തി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ KA വിശ്വനാഥൻ മാസ്റ്റർ, ഷമീം അഷ്റഫ്, AK വിജയൻ, ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ AS ഷിഹാബ്, ജിസ്ന ലത്തീഫ്, അങ്കണവാടി വർക്കർ TV തുളസി, ALMSC പ്രതിനിധി MK നസീർ തുടങ്ങിയവരും വാർഡ് മെമ്പർമാരും പൊതുപ്രവർത്തകരും പങ്കെടുത്തു. പുന്നയൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുഹറ ബക്കർ സ്വാഗതവും അങ്കണവാടി വർക്കേഴ്സ് ഗ്രൂപ്പ് ലീഡർ രമണി ടീച്ചർ നന്ദിയും പറഞ്ഞു. MLAയുടെ 2024-25 LAC ADS ഫണ്ടിൽ ഉൾപ്പെടുത്തി 721 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ ഹാൾ, ടോയ്ലറ്റ് എന്നിവയും മുകളിലത്തെ നിലയിൽ കുട്ടികൾക്ക് കളിക്കുവാനുള്ള സൗകര്യവും ഏർപ്പെടുത്തിക്കൊണ്ടാണ് പുതിയ സ്മാർട്ട് അംഗനവാടി നിർമ്മിക്കുന്നത്. 2025 അവസാനത്തോടുകൂടി നിർമ്മാണം പൂർത്തിയാക്കുവാനാണ് ലക്ഷ്യം വെച്ചിട്ടുള്ളത്. വെള്ളാനിക്കര കേരള കാർഷിക സർവകലാശാല കോളേജ് ഓഫ് കോർപ്പറേഷൻ ബാങ്കിംഗ് ആൻഡ് മാനേജ്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ ഗ്രാമീണ കാർഷിക പ്രവൃത്തി പരിചയ പരിപാടിക്ക് വേലൂർ ഗ്രാമപഞ്ചായത്തിൽ തുടക്കമായി. വയലോരം 2025 എന്ന പേരിൽ നടത്തുന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി ഉദ്ഘാടനം ചെയ്തു. CCB MD ഡോക്ടർ KN ഉഷാദേവി അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ, വികസനകാര്യ കമ്മിറ്റി ചെയർപേഴ്സൺ CF ജോയ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷെർലി ദിലീപ് കുമാർ, മെമ്പർ ബിന്ദു ശർമ്മ, CDS ചെയർപേഴ്സൺ വിദ്യ ഉണ്ണികൃഷ്ണൻ, കൃഷി ഓഫീസർ RP അഞ്ജന, സർവകലാശാല അധ്യാപകർ തുടങ്ങിയവർ സംസാരിച്ചു. പദ്ധതിയുടെ ഭാഗമായി തുടർന്നുള്ള പ്രവർത്തനങ്ങൾ തണൽ എന്ന സ്ഥാപനത്തെ കേന്ദ്രീകരിച്ചായിരിക്കും നടക്കുക. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനു നേരെ പ്രകോപനപരമായ വിദ്വേഷ പ്രസംഗം നടത്തുന്ന മുസ്ലിം വർഗീയവാദികൾക്കെതിരെ SNDP യോഗം കുന്നംകുളം യൂണിയൻ യോഗത്തിൽ ശക്തമായി പ്രതിഷേധിച്ചു. യോഗത്തിൽ പ്രസിഡന്റ് KM സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ സെക്രട്ടറി പ്രതിഷേധ പ്രമേയം അവതരിപ്പിച്ചു. ഡയറക്ടർ ബോർഡ് അംഗം ചന്ദ്രൻ കിളിയംപറമ്പിൽ, കൗൺസിലർമാരായ അനിൽ മൂത്തേടത്ത്, ഗോപിനാഥ്, MS സുഗുണൻ, അനില, KK ബിജു, PK പരമേശ്വരൻ, യൂത്ത് മൂവ്മെന്റ് ജില്ലാ വൈസ് ചെയർമാൻ KR രജിൽ തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്താനും യോഗം തീരുമാനിച്ചു. എറണാകുളം സെന്റ് ഒസ്താത്തിയോസ് ലീബ യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് പള്ളിയുടെ കൂദാശയും മോർ ഒസ്താത്തിയോസ് ലീബ ബാവയുടെ 95ാമത് ഓർമ്മ പെരുന്നാളും വചന പ്രഘോഷണവും നടത്തി. എറണാകുളം സെമിത്തേരി മുക്കിൽ പവർ ഹൗസ് റോഡിൽ നവീകരിച്ച സെന്റ് ഒസ്താത്തിയോസ് ലീബ യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് പള്ളിയുടെ കൂദാശയ്ക്കെത്തിയ ഡോക്ടർ കുര്യാക്കോസ് മോർ തെയോഫിലോസ് മെത്രാപ്പൊലിത്തയെ വികാരി ഫാദർ പോൾസൺ കീരിക്കാട്ടിൽ, ട്രസ്റ്റി PK ജിജു, സെക്രട്ടറി PP ഷാജു എന്നിവരും വിശ്വാസികളും ചേർന്ന് സ്വീകരിച്ചു. മെത്രാപ്പൊലിത്ത വലിയ വിളക്കിൽ തിരി തെളിയിച്ചു. തുടർന്ന് കൂദാശ ശുശ്രൂഷകൾ നടത്തി. പള്ളിയുടെ പ്രധാന കവാടവും വിശുദ്ധ മദ്ബഹായും ആശീർവദിച്ചു. മദ്ബഹായിൽ സ്ലീബ ആഘോഷവും നടത്തി. മോർ തെയോഫിലോസ് മെത്രാപ്പൊലിത്ത വിശുദ്ധ കുർബാന അർപ്പിച്ചു. തുടർന്ന് പരിശുദ്ധ മോർ ഒസ്താത്തിയോസ് ലീബ ബാവ അനുസ്മരണ പ്രഭാഷണവും നടത്തി. നേർച്ച വിതരണവുമുണ്ടായി. കുന്നംകുളത്ത് ആർത്താറ്റ് സെന്റ് മേരീസ് സിറിയൻ സിംഹാസന പള്ളിയിൽ ഖബറടങ്ങിയിരിക്കുന്ന പരിശുദ്ധനായ സെന്റ് ഒസ്താത്തിയോസ് സ്ലീബ ബാവയുടെ നാമധേയത്തിലാണ് നവീകരിച്ച പള്ളി കൂദാശ ചെയ്തത്. വൈകിട്ട് 6-ന് കുന്നംകുളം ചാരിറ്റബിൾ സൊസൈറ്റി ഹാളിൽ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് വികാരി ഫാദർ പോൾസൺ കീരിക്കാട്ടിൽ, വൈദികരായ ഫാദർ ഡിൽജോ ഏലിയാസ് കുരൻ, ഫാദർ വർഗീസ് മുണ്ടയ്ക്കൽ, ഫാദർ സാംസൺ മേലോത്ത്, ഫാദർ ബേസിൽ എബ്രഹാം എന്നിവർ സഹകാർമ്മികരായി. ഗാനശുശ്രൂഷയും തുടർന്ന് നടന്ന സുവിശേഷ യോഗത്തിൽ ഫാദർ ഷാജി തോമസ് ചാത്തന്നൂർ വചന പ്രഘോഷണം നടത്തി. സ്നേഹവിരുന്നുമുണ്ടായി. യോഗത്തിന് ട്രസ്റ്റി PK ജിജു സ്വാഗതവും സെക്രട്ടറി PP ഷാജു നന്ദിയും പറഞ്ഞു. സ്നേഹവിരുന്നു നടത്തി. 100 കണക്കിന് വിശ്വാസികൾ യോഗത്തിൽ പങ്കെടുത്തു. വികാരി ഫാദർ പോൾസൺ കീരിക്കാട്ടിൽ, ട്രസ്റ്റി PK ജിജു, സെക്രട്ടറി PP ഷാജു എന്നിവരടങ്ങുന്ന കമ്മിറ്റി നേതൃത്വം നൽകി.
കേരള സർക്കാർ കോടതികളിൽ ഏർപ്പെടുത്തിയ ഫീസ് വർധന കുറയ്ക്കണമെന്നാവശ്യപ്പെട്ട് കേരള അഡ്വക്കേറ്റ് ക്ലർക്ക് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം അഡ്വക്കേറ്റ് ക്ലർക്ക് അസോസിയേഷൻ ചാവക്കാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് ടി.ആർ. അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. ചാവക്കാട് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോബി ഡേവിഡ് ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് ലോയേഴ്സ് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോജോ ജേക്കബ്, ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ലോയേഴ്സ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് C.S. സുബ്രഹ്മണ്യൻ, ഭാരതീയ അഭിഭാഷക പരിഷത്ത് കൺവീനർ അഡ്വക്കേറ്റ് കെ. നാരായണൻ എന്നിവർ സംസാരിച്ചു. യൂണിറ്റ് സെക്രട്ടറി വിനോദ് കുമാർ അകമ്പടി സ്വാഗതവും യൂണിറ്റ് ട്രഷറർ മനീഷ് M.S. നന്ദിയും പറഞ്ഞു. സ്റ്റേറ്റ് കൗൺസിൽ അംഗം P.V. ജിഷ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജലജാമണി, ജില്ലാ കൗൺസിൽ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ക്ലർക്കുമാർ പ്രതിഷേധ ദിന ബാഡ്ജ് ധരിച്ചാണ് ഓഫീസിലും കോടതികളിലും പ്രവർത്തനം ആരംഭിച്ചത്. ചാവക്കാട് മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ തൊഴിൽ വകുപ്പിന്റെ സഹകരണത്തോടെ പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ യോജനയുടെ ഭാഗമായി വ്യാപാരികൾക്കും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും ജീവനക്കാർക്കും ദേശീയ പെൻഷൻ പദ്ധതി ബോധവൽക്കരണ ക്ലാസും എൻറോൾമെന്റ് ക്യാമ്പും സംഘടിപ്പിച്ചു. ചാവക്കാട് വ്യാപാര ഭവൻ ഹാളിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് KV അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. KVVES ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ ജോജി തോമസ് അധ്യക്ഷത വഹിച്ചു. ട്രഷറർ KK സേതുമാധവൻ, കുന്നംകുളം ചാവക്കാട് അസിസ്റ്റന്റ് ലേബർ ഓഫീസർ VK റഫീഖ്, വടക്കാഞ്ചേരി അസിസ്റ്റന്റ് ലേബർ ഓഫീസർ UV സുമിത്, കൊടുങ്ങല്ലൂർ അസിസ്റ്റന്റ് ലേബർ ഓഫീസർ സീതാലക്ഷ്മി എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് നടന്ന എക്സിക്യൂട്ടീവ് യോഗത്തിൽ KVVES ജില്ലാ കമ്മിറ്റിയുടെ ഭദ്രം പ്ലസ് കുടുംബസുരക്ഷാ പദ്ധതിയിൽ നിന്നും 5 ലക്ഷം രൂപ മരണപ്പെട്ട സുകുമാരന്റെ കുടുംബത്തിനും ചികിത്സാധന സഹായം റുക്കിയ, സജീവൻ എന്നിവർക്കും, ചാവക്കാട് മർച്ചന്റ്സ് അസോസിയേഷൻ നൽകുന്ന ചികിത്സാധന സഹായം PB ഹംസയ്ക്കും പ്രസിഡന്റ് KV അബ്ദുൾ ഹമീദ് കൈമാറി. വൈസ് പ്രസിഡന്റുമാരായ KN സുധീർ, CT തമ്പി, സെക്രട്ടറിമാരായ PM അബ്ദുൾ ജാഫർ, PS അക്ബർ, AS രാജൻ എന്നിവർ സംസാരിച്ചു. ചിറക്കൽ IHDP നഗറിന്റെ സമഗ്ര വികസനത്തിനായി അംബേദ്കർ ഗ്രാമ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാന സർക്കാർ 1 കോടി രൂപയുടെ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാനുള്ള ഗുണഭോക്തൃ സമിതി രൂപീകരണ യോഗം കുന്നംകുളം MLA AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഷ്മ രതീഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം പത്മ വേണുഗോപാൽ, ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NK ഹരിദാസൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TS മണികണ്ഠൻ എന്നിവർ പങ്കെടുത്തു. നെല്ലുവായ് എറൈസ് മെഡിക്കൽ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ ശ്വാസകോശ രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ഏപ്രിൽ മാസത്തിലെ എല്ലാ ബുധനാഴ്ചകളിലും ഉച്ചതിരിഞ്ഞ് 3 മണി മുതൽ 4 വരെയാണ് ക്യാമ്പ് നടക്കുക. കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനുമായി 95 44 55 56 99 85 89 93 93 30 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. വഖഫ് ഭേദഗതി നിയമം 2025 പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് SDPI ഗുരുവായൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് നൈറ്റ് മാർച്ച് നടത്തി. SDPI തൃശൂർ ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൾ നാസർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി TM അക്ബർ, ജില്ലാ ട്രഷറർ യഹിയ മന്ദലാങ്കുന്ന്, ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് ഡോക്ടർ സക്കീർ ഹുസൈൻ, സെക്രട്ടറി ഡോക്ടർ മുസമിൽ, വൈസ് പ്രസിഡന്റ് ജബ്ബാർ അണ്ടത്തോട് തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണം ഗ്രാമിന് 8225 രൂപ, പവന് 65,800 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 102 രൂപ. ചരമം പിലാക്കാട് പടിഞ്ഞാറേതിൽ നാരായണൻ നിര്യാതനായി. 84 വയസ്സായിരുന്നു. കമലാക്ഷി ഭാര്യയും സുരേഷ് ബാബു, സുമേഷ്, സജിത, സുനിത, സുലജ എന്നിവർ മക്കളുമാണ്. സംസ്കാരം ഇന്ന് ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് ചെറുതുരുത്തി ശാന്തി തീരത്ത് നടക്കും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.